അച്ഛനും മകനും തമ്മിലുള്ള കൂടിക്കാഴ്ച അവിടെ കൂടി നിന്ന എല്ലാവരുടെയും കണ്ണു നനയിച്ചു. അമ്മ എപ്പോഴും അച്ഛനെക്കുറിച്ച് സംസാരിച്ചിരുന്നുവെന്ന് മാർക്കോ പോളോ പിതാവിനോട് പറഞ്ഞു. അച്ഛൻ വരുമ്പോൾ കാണാനായി ജനാലയ്ക്കരികിൽ ഒരു വിളക്ക് കൊളുത്തി വെക്കണമെന്നും അമ്മ പറഞ്ഞിരുന്നു. പോളോ കുടുംബം നിക്കോളോ പോളോയുടെയും മാഫിയോ പോളോയുടെയും വരവ് ആഘോഷമാക്കി. അത്താഴമേശയ്ക്ക് ചുറ്റും അവർ ഒരുമിച്ച് കൂടി. എല്ലാവർക്കും പോളോ സഹോദരന്മാരോട് പലതും ചോദിച്ചറിയാനുണ്ട്. ഇത്രകാലം അവർ എവിടായിരുന്നു, എങ്ങനെ ജീവിച്ചു, ആരെയൊക്കെ കണ്ടു, അങ്ങനെ പലതും. അങ്ങ് ദൂരെ നമ്മളെപ്പോലെയുള്ള മനുഷ്യർ ജീവിക്കുന്ന നിരവധി രാജ്യങ്ങളുണ്ട്. ഞങ്ങൾ പല സ്ഥലങ്ങളിൽ പോയി, പലരെയും കണ്ടു. റോമൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ കോൺസ്റ്റാന്റിനോപ്പിളിലേക്കാണ് ഞങ്ങൾ ആദ്യം പോയത്. അവിടെ നിന്ന് ക്രിമിയയിലെത്തി, നിക്കോളോ പോളോ പറഞ്ഞു. ബൈസാന്റിയൻ സാമ്രാജ്യത്തിലും വ്യാപാരങ്ങൾ നടത്തി. അവിടെ ചില പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ ഉസ്ബെക്കിസ്ഥാനിലേക്ക് കച്ചവട കേന്ദ്രം മാറ്റി. വീണ്ടും പല പ്രതിസന്ധികൾ, യാത്രകൾ. ഒടുവിൽ ഞങ്ങൾ അതിസമ്പന്നമായ ഒരു രാജ്യത്തെത്തിച്ചേർന്നു. ആ രാജ്യത്തിൻ്റെ പേര് ചൈന എന്നാണ്. നമ്മളെക്കാൾ സമ്പന്നരോ, നമ്മളെപ്പോലെയുള്ള മനുഷ്യരോ? ഫ്ലോറ അമ്മായി അവിശ്വാസത്തോടെ ചോദിച്ചു. മാഫിയോയും നിക്കോളോയും പരസ്പരം നോക്കി. ഒരു ഗൂഢമായ മന്ദസ്മിതം അവരുടെ മുഖത്ത് വിരിഞ്ഞു. നിക്കോളോ ഒരു തുകൽ സഞ്ചി പുറത്തെടുത്തു. കയ്യിൽ കരുതിയ കത്തി കൊണ്ട് അദ്ദേഹം അതിൽ ഒന്ന് വരഞ്ഞു. സഞ്ചിക്കുള്ളിൽ എന്താണെന്നറിയാൻ ആകാംക്ഷയോടെ നോക്കുന്നവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിക്കോളോ കൈനിറയെ രത്നക്കല്ലുകൾ പുറത്തെടുത്തു. ഇത് ചൈനയിലെ രാജാവ് ഞങ്ങൾക്ക് സമ്മാനിച്ചതാണ്. ഞങ്ങൾ തിരിച്ചു ചെല്ലും എന്ന ഉറപ്പിനു വേണ്ടി, അദ്ദേഹം പറഞ്ഞു. ഫ്ലോറ നിക്കോളോയുടെ കയ്യിൽ നിന്ന് ആ രത്നങ്ങൾ വാങ്ങി നോക്കി. അതെ, വിലപിടിപ്പുള്ള വൈരക്കല്ലുകൾ തന്നെ. എങ്കിലും അവിശ്വാസികളുടെ ആ നാട്ടിലേക്ക് ഇനി മടങ്ങിപ്പോകേണ്ട എന്നായിരുന്നു ഫ്ലോറോയുടെ അഭിപ്രായം. തങ്ങൾ ചൈനയിലേക്ക് വീണ്ടും പോവുകയാണെന്ന് നിക്കോളോയും മാഫിയോയും പ്രഖ്യാപിച്ചു. ആ വാർത്ത കേട്ടപ്പോൾ മാർക്കോ പോളോയുടെ മുഖം വിടർന്നു. പോകുമ്പോൾ തീർച്ചയായും താനും അവർക്കൊപ്പം ചേരും, അവൻ മനസ്സിലുറപ്പിച്ചു. നിക്കോളോയും മാഫിയോയും എത്തിയതിനു ശേഷം വീട്ടിലെപ്പോഴും വിരുന്നുകാരാണ്. അവരെ കാണാനും അവർ പറയുന്ന കഥകൾ കേൾക്കാനുമായി വന്നെത്തുന്നവർ. അവരോടെല്ലാം സ്വന്തം അനുഭവങ്ങൾ വിവരിക്കാൻ പോളോ സഹോദരന്മാർക്കും ആവേശം. ഒരിക്കൽ മാർക്കോ പോളോയുടെ ഒരു ചങ്ങാതി മറ്റു കൂട്ടുകാർക്കൊപ്പം അവിടെ എത്തി. ചിത്രകാരനായ അയാൾ വരച്ച കുറച്ച് ചിത്രങ്ങളും കയ്യിലുണ്ട്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദേശങ്ങളിലെ മനുഷ്യരെക്കുറിച്ചുള്ള സങ്കല്പ ചിത്രങ്ങളാണ് അത്. ചിത്രങ്ങൾ കണ്ട നിക്കോളോ പോളോയും മാഫിയോ പോളോയും ചിരിച്ചു. മൃഗങ്ങളുടെയും പക്ഷികളുടെയും മറ്റും തലയുള്ള മനുഷ്യരൂപങ്ങൾ. ഇങ്ങനെ ആരെയും ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ കണ്ടതെല്ലാം ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യരെയാണ്. അവർക്ക് സ്വന്തമായി ഭാഷയുണ്ട്. അവിടെ രാജാക്കന്മാരും അവരുടെ സൈനികരുമുണ്ട്, നിക്കോളോയും മാഫിയോയും വിശദീകരിച്ചു. ചൈനയിലെ ബീജിംഗിലുള്ള യുവാൻ രാജവംശത്തെയും അതിൻ്റെ സ്ഥാപകനും ചക്രവർത്തിയുമായ കുബ്ലൈ ഖാനെയും കുറിച്ച് എങ്ങനെയാണ് നാട്ടുകാരോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എന്നറിയാതെ പോളോ സഹോദരന്മാർ കുഴങ്ങി. ഒരു കൗതുകത്തിന് വേണ്ടി നാട്ടുകാരോട് കാര്യങ്ങൾ പറഞ്ഞാൽ പോരാ, കുബ്ലൈ ഖാൻ ഏൽപ്പിച്ചുവിട്ട ഒരു വലിയ ദൗത്യം കൂടി തങ്ങൾക്ക് നിർവഹിക്കാനുണ്ട്. നിക്കോളോയുടെ ഓർമ്മകൾ തങ്ങൾ ചൈനയിലെത്തിയ ദിനങ്ങളിലേക്ക് സഞ്ചരിച്ചു. വെനീസിൽ നിന്നെത്തിയ വ്യാപാരികൾ എന്ന നിലയിൽ മാത്രമായിരുന്നില്ല പോളോ സഹോദരന്മാരെ കുബ്ലൈ ഖാൻ സ്വീകരിച്ചത്. അവരിൽ നിന്ന് യൂറോപ്യൻ ജീവിത രീതിയെക്കുറിച്ച് കൂടുതൽ അറിവ് നേടാൻ അദ്ദേഹം ശ്രമിച്ചു. പോളോ സഹോദരന്മാർ ക്രിസ്തു മതത്തെക്കുറിച്ച് നൽകിയ വിവരങ്ങളാണ് കുബ്ലൈ ഖാനെ ഏറ്റവും ആകർഷിച്ചത്.
അദ്ദേഹം ക്രിസ്തുമതത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ചില ആവശ്യങ്ങൾക്ക് പോപ്പിന്റെ അടുത്തേക്ക് പോകണമെന്ന നിർദ്ദേശം നൽകിയാണ് നിക്കോളോ പോളയെയും മാഫിയ പോളയെയും അയച്ചിരിക്കുന്നത്. കൊക്കോത്തായ് എന്ന മംഗോൾ വംശജനെയും കുബ്ലൈ ഖാന്റെ അംബാസിഡറായി അവർക്കൊപ്പം അയച്ചു. എന്നാൽ അദ്ദേഹം പാതി വഴിക്ക് വെച്ച് യാത്രാ സംഘത്തിൽ നിന്ന് പിൻവാങ്ങി. ഇരുവരും മാർപ്പാപ്പയെ കാണാനായി ഇറ്റലിയിൽ എത്തിച്ചേരുന്നതിന് മുമ്പ് പോപ്പ് ക്ലമന്റ് നാലാമൻ അന്തരിച്ചു. പുതിയ പോപ്പിനെ ഇതുവരെ തിരഞ്ഞെടുത്തിട്ടില്ല. കുബ്ലൈ ഖാൻ ഏൽപ്പിച്ച കാര്യങ്ങൾ വെനീസിലെ ക്രൈസ്തവ സഭയുടെ അധികാരികളോട് സംസാരിക്കാൻ നിക്കോളോ പോളോ തീരുമാനിച്ചു. അങ്ങനെ സഭാ ആസ്ഥാനത്തെ അധികാരികളോട് സംസാരിക്കാനുള്ള അവസരം നിക്കോളോ പോളയ്ക്കും മാഫിയ പോളയ്ക്കും ലഭിച്ചു. അവിടെ ഉണ്ടായിരുന്ന മെത്രാന്മാരോടും പാതിരിമാരോടും ചൈന എന്ന രാജ്യത്തെക്കുറിച്ച് അവർ വിശദമായി സംസാരിച്ചു. കുബ്ലൈ ഖാൻ എന്ന രാജാവ് നമ്മളുമായി സൗഹൃദം ആഗ്രഹിക്കുന്നു. അദ്ദേഹം മംഗോൾ രാജവംശത്തിന്റെ സ്ഥാപകനായ ചെങ്കിസ് ഖാന്റെ പേരക്കുട്ടിയാണ്. സംസ്കാര സമ്പന്നനായ ആ രാജാവ് കൂടുതൽ അറിവ് നേടാൻ ആഗ്രഹിക്കുന്നയാളാണ്. നിക്കോളോ പോളോ വിശദീകരിച്ചു. കുബ്ലൈ ഖാൻ ഏൽപ്പിച്ച സ്വർണ്ണ തകിട് അദ്ദേഹം അവർക്ക് കാണിച്ചു കൊടുത്തു. ഈ സ്വർണ്ണ തകിട് ഒരു അടയാളമാണ്. ഇത് കൈവശമുണ്ടെങ്കിൽ കുബ്ലൈ ഖാന്റെ അധീനതയിലുള്ള ഏത് പ്രദേശത്ത് കൂടിയും ഒരു തടസ്സവുമില്ലാതെ സഞ്ചരിക്കാം. സഭാ അധികാരികൾ ആ തകിട് വാങ്ങി പരിശോധിച്ചു. ചൈന എന്ന പേരുള്ള ആ രാജ്യത്ത് ജീവിക്കുന്നവർ തീർച്ചയായും പ്രാകൃതരായിരിക്കും. അവിടെ കൂടിയിരുന്ന ആളുകൾക്ക് അക്കാര്യത്തിൽ എതിരഭിപ്രായമില്ല. അവർ പണം ഉപയോഗിക്കുന്നുണ്ടോ? ചിലർ ചോദിച്ചു. പ്രഭോ, അവർ കടലാസാണ് പണമായി ഉപയോഗിക്കുന്നത്. അച്ചടിച്ച കടലാസ് കഷ്ണങ്ങൾ. അവയ്ക്ക് വിനിമയ മൂല്യം നിശ്ചയിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്റെ കൈവശമുള്ള ഒരു നോട്ട് അവർക്ക് കാണിച്ചു കൊടുത്തു. അവർ ആ കടലാസ് കഷ്ണം തിരിച്ചും മറിച്ചും നോക്കി. ഇതാണോ പണം? അവിടെ കൂടിയിരുന്നവർ ആശ്ചര്യത്തോടെ പരസ്പരം നോക്കി.